ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? നമ്മളിവിടെയും കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ പോകുന്നു കേട്ടോ. ഇന്ന് നമ്മളെ നാട്ടിലൊരു ഉത്സവമാട്ടോ. അത് നമ്മളെ തൊട്ട് നേരെ മുന്നിൽ നടന്ന ഒരു ഉത്സവമാണ്. എല്ലാവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. എൻ്റെ കാക്കുനെ പോലെ ഇങ്ങനത്തെ ഉത്സവങ്ങളൊക്കെ കാണുന്നതും ചെണ്ടാമേള അങ്ങനത്തെ ഒക്കെ കേൾക്കുന്നതൊക്കെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ കാണുക, അല്ലാത്തവർ നിഷി ടോക്കിൻ്റെ അതായത് എൻ്റെ സംസാരം കേൾക്കുക എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് പറയാറ്. അപ്പോൾ എൻ്റെ കുറച്ച് ഒരു സംസാരം കൂടി ആവാം വീഡിയോൻ്റെ കൂടെ കേട്ടോ. അതായത് നമ്മളെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കണല്ലേ സന്തോഷം. അല്ലാതെ നമ്മളെ സന്തോഷം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ശ്രമിച്ചാൽ മാത്രം നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പാമിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അളവ് കൂടുക, അല്ലെങ്കിൽ അത് കുറഞ്ഞുകൊണ്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ മനസ്സിനും സന്തോഷം വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒന്നാമത് നമ്മളൊരു എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരുന്നാൽ വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിനൊരു സംതൃപ്തി ഉള്ളത്, ഇങ്ങനെ ഒരു സന്തോഷം വരാറുണ്ട് ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകൊണ്ടു. അതുപോലെ നമുക്ക് അപ്പം കിട്ടുന്ന ഒരു ശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് പിന്നെ എന്തിട്ട് നമുക്ക് ഒരു വീട്ടമ്മയാണെങ്കിൽ, ഒരു വീട്ടമ്മ എന്നെ പോലെ ഒരു വീട്ടമ്മയാണെങ്കിൽ നമുക്ക് എന്നും അവഗണന, നിനക്ക് എന്താ ഇവിടെ പണി, അങ്ങനെ ഇങ്ങനെ, എൻ്റെ ജോലി ഒരിക്കലും തീരൂല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എൻ്റെ ഇന്ന് കഴിഞ്ഞോ, ഇന്ന് ഇത്രയും ജോലി എടുത്തോ നടക്കുന്ന ഒരു അംഗീകാരം നമുക്ക് കിട്ടുമ്പോൾ നമ്മളൊരു വീട്ടമ്മമാർക്ക് കിട്ടുന്ന സന്തോഷം, അതിന് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ശ്രമിക്കണം. ആ ഒരു വീട്ടമ്മ അടുക്കളയിലും ആ വീട്ടിലുള്ളത് കൊണ്ടാണ് ആ വീട് സ്വർഗം. അല്ലാഞ്ഞാൽ ആ സ്ഥാനത്ത് ആ വീട്ടമ്മ ആണെങ്കിൽ, ആ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ, അത് ഉമ്മയാണെങ്കിൽ, ഭാര്യയാണെങ്കിലും, പെങ്ങളാണെങ്കിലും, മകളാണെങ്കിലും, അവരാ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ആ വീട്ടിലെ സന്തോഷം. നിങ്ങൾ മനസ്സിലാക്കുക. അത് ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, നമ്മളത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമ്മളെ മനസ്സിന് ഈ ഡോപ്പാമിൻ്റെ അളവ് നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു സംഭവമായിട്ട് വരും കേട്ടോ. അതുപോലെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. ഗിഫ്റ്റ് ആർക്കും, ഒരു കുട്ടിക്ക് നമ്മൾ പുറത്ത് പോയി ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അളവ് കൂട്ടുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഒരു ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അതുപോലെ ഉമ്മ ഉപ്പ, അച്ഛൻ അമ്മ, അവർക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് അവരെ മനസ്സിൽ എന്നും ഓർമ്മയിൽ വെക്കും. ഒന്നും വേണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്നത്, അതൊരു 5 രൂപേൻ്റെ ഗിഫ്റ്റ് ആണെങ്കിലും അത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ് ചില സമയങ്ങളിൽ കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അതുപോലെ നമ്മൾ ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുവെത്ത ഒരു 10 മിനിറ്റ് മതി. നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച് ആ സമയം നമ്മളിങ്ങനെ ഒരു റിലാക്സായി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, എല്ലാം മറന്നിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക. അതേപോലെ നമ്മൾ മുഖത്ത് നമ്മൾ ചിരി വരുത്താൻ ശ്രമിക്കുക എപ്പോഴും. അതായത് ഒരു പുഞ്ചിരിയാണെങ്കിലും അതിന് നമുക്ക് ഈ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കാൻ കഴിയും കേട്ടോ. അതുപോലെ മറ്റുള്ളവരെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് അവൾക്ക് നല്ല സുഖം, അല്ലെ അവന് നല്ല സുഖം, അവൻ്റെ വീട്ടിൽ നല്ലത്, നമുക്ക് കിട്ടിയ സംതൃപ്തിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ കൂടി നമുക്കൊരു സമാധാനവും സന്തോഷവും കിട്ടും. അതുപോലെ തന്നെ സീരിയസ്നെസ്, നമ്മൾ പലരുണ്ടല്ലോ മസിൽ പിടിച്ചിട്ട് സീരിയസ്നെസ് വെക്കുന്ന, അങ്ങനൊന്നും ഒരു വിധമൊക്കെ അങ്ങനത്തെവർക്കൊന്നും ഒരിക്കലും ഈ ഡൊപ്പാമിൻ്റെ അളവ് കൂട്ടാൻ കഴിയില്ല. അതിന് നമ്മൾ കുറച്ചൊരു മനസ്സിനെ റിലാക്സ് ആയിട്ട് എല്ലാവരോടൊന്ന് ചിരിച്ച് സൗഹൃദപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരൊറ്റ സോഴ്സല്ലേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അത് ഏത് നിമിഷവും നിൽക്കാം. അപ്പോൾ ഉള്ള ദിവസങ്ങളുള്ള വർഷങ്ങൾ നമ്മൾ മക്കളാണെങ്കിലും എല്ലാവരെയും കൂട്ടി പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എല്ലാം സില്ലിയായി കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എല്ലാം നോർമലായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിന് നമുക്ക് സന്തോഷങ്ങൾ ഇങ്ങനെ കുറേശ്ശെ കിട്ടുന്നു. നമ്മൾ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്നു കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം, നമ്മൾ സന്തോഷം കണ്ടത് ഒരു ബസ്സിൽ നമ്മൾ കയറുകയാണെങ്കിൽ, ഒരു വയസ്സിന് മുതിർന്ന ഒരാൾക്ക് നമ്മൾ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു സന്തോഷം നമ്മളെ മനസ്സിൽ കിട്ടൂലേ. അതുപോലെ നമ്മളൊരു മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ മൃഗം ഇങ്ങനെ ആ ഭക്ഷണം കുറച്ച് നേരം കഴിച്ചിട്ടുണ്ട്, അത് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നായക്കാണെങ്കിൽ, ഒരു പശുവിനാണെങ്കിൽ, ഒരു പൂച്ചക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒന്നും ഇങ്ങോട്ട് തിന്നതിന് ശേഷം നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിപ്പോവും. അതെന്താണ്? അത് അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതും ഈ ഡോപ്പാമിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുന്നു കേട്ടോ. അപ്പം നമ്മളെ ജീവിതത്തിൽ സന്തോഷങ്ങളെ കണ്ടെത്തുക, സങ്കടങ്ങളെ പരമാവധി മറക്കാൻ ശ്രമിക്കുക, സില്ലിയായിട്ട് ജീവിക്കുക. നമുക്കപ്പോൾ ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് എപ്പോഴും നമുക്ക് ഫീൽ ആവും കേട്ടോ.
അത്രയൊക്കെ തന്നെ നിഷിൻ്റെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളോടായിട്ട് പങ്കുചെയ്യണം. നിഷിൻ്റെ ചാനലിന് ചെറിയൊരു സ്ട്രൈക്കൊക്കെ കിട്ടി നിൽക്കുകയാണ്. എപ്പോഴാണ് നിങ്ങളെ മുന്നിലേക്ക് ലൈവിലായിട്ട് വരാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഇത്ര മാത്രം കേട്ടോ. ഓക്കെ ബൈ. എല്ലാവരും വീഡിയോ സന്തോഷത്തോടെ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ. പിന്നെ നമ്മൾ ഉത്സവത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അടിപൊളി ഉത്സവമായിരുന്നു കേട്ടോ. നമുക്കൊക്കെ പൊതുവെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. അന്നത്തെ ദിവസം നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും കേട്ടോ. വെടിക്കെട്ടും അതുപോലെ മക്കൾക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാനും അത് നമ്മൾ ജാതിഭേദമൊന്നും ഇല്ലാണ്ട് നമ്മളെല്ലാവരും ആഘോഷിക്കണം നല്ലൊരു ഉത്സവമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കേ.